السلام عليكم ورحمة الله وبركاته. وعليكم السلام. الحمد لله الذي أنزل آيات بينات وكتابا مبينا تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. وقد أكملنا دروسنا وبقي عندنا النحو، بعض أحكام النحو. ഖുർആൻ പഠനത്തിൽ എളുപ്പവഴിയിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. നമ്മുടെ പാഠഭാഗങ്ങൾ കുറേയൊക്കെ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. കുറച്ച് വ്യാകരണത്തിന്റെ ഭാഗമാണ് ബാക്കിയുള്ളത്. ക്രിയകളുടെ പട്ടിക നമ്മൾ വാട്സപ്പിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് പൂർത്തീകരിക്കാം. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോണത് വ്യാകരണ ഭാഗങ്ങൾ. നമ്മൾ നേരത്തെ കുറേയൊക്കെ പഠിച്ചിരുന്നു. ഉള്ളത് ഓർമ്മയുണ്ടോ? കാന അഖവാത്തുഹ, ഇന്ന വഅഖവാത്തുഹ, അഫ്ആലുൽ ഖംസ. അഫ്ആലുൽ ഖംസയെ കുറിച്ച് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? അഫ്ആലുൽ ഖംസ. ഏതൊക്കെയാണ് അഫ്ആലുൽ ഖംസ? ഓർമ്മയുണ്ടോ? അഫ്ആലുൽ ഖംസ എന്ന് പറയുന്നത് ഊന, ഈന, ആനി, ആനി, ഈന, ഊന അടങ്ങുന്ന ക്രിയകളാണ് അഫ്ആലുൽ ഖംസ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? 5 എണ്ണം. എന്ന് പറയുന്നത് ഒന്ന് യഫ്അലൂന, തഫ്അലൂന, 2 ഊന, യഫ്അലൂനയും തഫ്അലൂനയും. ഈ 2 ഊനകളാണ് നമ്മൾ യഥാർത്ഥത്തിൽ പട്ടികയിൽ പഠിച്ചിട്ടുള്ളത്. പിന്നെ ദ്വിവചനം വരുമ്പോൾ യഫ്അലാനി എന്നും വരും, തഫ്അലാനി എന്നും വരും. പിന്നെ സ്ത്രീലിംഗത്തിന്റെ ഏകവചനം വരുമ്പോൾ തഫ്അലീന എന്ന് വരും. ഇതാണ് ആനി, ഈന, ഊന. അപ്പൊ യഫ്അലാനി, യഫ്അലൂന, തഫ്അലൂന, യഫ്അലാനി, തഫ്അലാനി, തഫ്അലീന. എന്താണ് ഇവിടെ പ്രത്യേകം എന്ന് ചോദിച്ചാൽ, ഇവയ്ക്ക് അടയാളങ്ങൾ വരുമ്പോൾ, മാറി വരുന്ന അടയാളങ്ങൾ വരുമ്പോൾ, ക്രിയയിൽ എന്തൊക്കെ അടയാളങ്ങളാണ് മാറി വരുന്നത്? ലമ്മിന് പകരം ഫത്തഹ വരും. ആ, അതേപോലെ പിന്നെന്താ വരും? ലമ്മ മാറിയിട്ട് ഫത്തഹ വരും. പിന്നെന്ത് വരും? കസ്ർ വരുമോ? ക്രിയക്ക് കസ്ർ വരുമോ? ക്രിയക്ക് എവിടെയെങ്കിലും കസ്ർ കൊടുക്കുന്ന സന്ദർഭം ഉണ്ടോ? ക്രിയക്ക് കസ്ർ കൊടുക്കുന്ന സന്ദർഭമില്ല. ചില സന്ദർഭങ്ങളിൽ ക്രിയയുടെ അവസാന ഭാഗം കസ്റായി മാറും. ഉദാഹരണം യഹ്ദിന സിറാത്തുൽ യഹ്ദി, ദുർബലാശം പോയതിനു ശേഷം കസ്റിൽ അവശേഷിക്കും. അതേസമയം ലമ്മ മാറ്റി കസ്ർ കൊടുക്കണം എന്ന് പറയുന്ന ഒരു നിയമമില്ല. ദുർബലാക്ഷരങ്ങളൊക്കെ അതിന്റെ അവസാനത്തെ സംഗതികളൊക്കെ ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ അതിൽ വരും, കസ്റിലൊക്കെ വരാം. അതല്ലാതെ ക്രിയയുടെ അന്ത്യത്തിൽ കസ്റാക്കുന്ന സമ്പ്രദായം ഇല്ല. ഉണ്ടോ? ഇല്ല. പിന്നെയുള്ളത് ലമ്മ മാറ്റി ഫത്തഹ വരുന്നു. പിന്നെ ലമ്മ മാറ്റിയിട്ട് സുക്കൂൻ വരും.
ജസ്മി ചെയ്യും, നസ്ബും ചെയ്യും, ജസ്മും ചെയ്യും. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചാണ് കേട്ടോ. പിന്നെ കുറെ ആൾ നമ്മൾ അതിന് ചർച്ചയൊന്നും ചെയ്യാത്തതുകൊണ്ട് പറഞ്ഞില്ല. പിന്നെ അൽ ബഖറ, നിസാ ക്ലാസ്സുകളൊക്കെ വരുന്നവർക്കാണെങ്കിൽ ഓർമ്മയുണ്ടാവും. അല്ലെങ്കിൽ ഓർമ്മകൾ നിലനിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ സീനിയർ ക്ലാസ്സുകൾ എടുക്കുന്നത്, ഖുർആന്റെ മറ്റു ഭാഗങ്ങൾ എടുക്കുന്നത്. അപ്പോ നസ്ബും ജസ്ബും വരുന്ന ഭാഗങ്ങൾ നമുക്ക് നോക്കാം. അൻ വരുമ്പോ എന്ത് ചെയ്യണം? നസ്ബ് ചെയ്യണം. അല്ലൻ, ഇതൻ, കൈ. ആ, അല്ലൻ, ഇതൻ, കൈ. ഇത് 4 എണ്ണം വന്നാൽ എന്ത് ചെയ്യണം? ക്രിയയുടെ അന്ത്യത്തിൽ ഫതഹത്ത് കൊടുക്കണം. അപ്പൊ ഇവിടെ അൻ യുഅ്മിനൂ, യുഅ്മിനൂനയിലെ ന പോയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നസ്ബ് ചെയ്യുന്നത്. അതാണ് അഫ്ആൽ ഖംസയുടെ പ്രത്യേകത. അഫ്ആൽ ഖംസയിലെ ആനീന ഊന ഉള്ള ക്രിയകളിൽ എന്ത് ചെയ്യും? നസ്ബ് ചെയ്യുമ്പോഴും ജസ്മ് ചെയ്യുമ്പോഴും, അഥവാ അന്ത്യത്തിൽ ഫതഹ് ചെയ്യപ്പെടേണ്ട അവസ്ഥയിലും അന്ത്യത്തിൽ സുക്കൂൻ ചെയ്യപ്പെടേണ്ട അവസ്ഥയിലും എന്ത് ചെയ്യും? അനീന ഊനയുടെ നൂന് കളയുകയാണ് ചെയ്യുന്നത്. അപ്പൊ യുഅ്മിനൂന എന്നതിന്റെ നൂന് പോയിട്ട് അൻ വന്നപ്പോ എന്തായി? നൂന് പോയിട്ട് യുഅ്മിനൂ എന്നായി. ഓക്കെ. പിന്നെ ഉള്ളത്, അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ ബഹുവചനത്തിന്റെ വാവിന് ശേഷം ഒരലിഫ് അധികമായി വയ്ക്കും. ബഹുവചനത്തിന്റെ വാവിന് ശേഷം ഒരു അലിഫുമായി അധികമായി വയ്ക്കും. ദ്വിവചനത്തിലാണെങ്കിൽ അവിടെ ഓൾറെഡി ഒരു അലിഫ് ഉണ്ടാവും. അലാനി എന്ന് പറയുന്നിടത്ത് അല എന്ന് പറയുന്ന നീ കഴിഞ്ഞാൽ പിന്നെ അലിഫ് അവിടെ ഉണ്ടാവും. അതേപോലെ തഫലീന വരുന്നിടത്തും എന്തുണ്ടാവും? ലീ ന കഴിഞ്ഞാല് അവിടെ ഈ അവിടെ ഉണ്ടാവും. അപ്പൊ എഫ് അലൂന തഫ് അലൂന വരുന്നിടത്ത് ഞാൻ കളഞ്ഞാൽ ഒരു അലിഫ് അവിടെ വെക്കണം. ബഹുവചനത്തിന്റെ വാവാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ടാണ് യുഅ്മിനൂനയുടെ നാ പോയിട്ട് ഐ യുഅ്മിനൂ എന്ന് പറയുന്നത്. അതേപോലെ ബിഅസ മശ്തറൂ ബിഹി അൻഫുസഹും അൻ യക്ഫുറൂ, അൻ വന്നുകൊണ്ട് യക്ഫുറൂ, യക്ഫുറൂനയുടെ നാ പോയിട്ട് അൻ യക്ഫുറൂ എന്ന് പറയും. അവിടെയും എന്തുണ്ട്? അലിഫ് വെച്ചോളൂ. അതേപോലെ ലൻ വന്നാലും എന്ത് ചെയ്യണം? നസ്ബ് ചെയ്യണം. ലൻ തനാലുൽ ബിർറ, തനാലൂന, യനാലു യനാലൂന, തനാലു തനാലൂനയുടെ നാ പോയിട്ട് എന്ത് ചെയ്തു? പകരം ബഹുവചനത്തിന്റെ ഭാവിന് ശേഷം അലിഫ് വെച്ചോളൂ. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ നമ്മൾ പറയുക? നസ്ബ് ചെയ്യപ്പെട്ടു. ഐ യുഅ്മിനൂ എന്ന് പറഞ്ഞിടത്ത് നസ്ബ് ചെയ്യപ്പെട്ടു. നസ്ബ് ചെയ്തതിന്റെ അടയാളം എന്താണ്? നൂന് പോയി എന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫതഹ കൊണ്ട് നസ്ബ് ചെയ്തു എന്ന് പറയാൻ കാര്യം എന്താ? അല്ല, അവിടെ അടയാളം വ്യക്തമാണ്. ഇനി അടയാളം വ്യക്തമല്ലാത്ത ഒരു സന്ദർഭം വരാനുണ്ടായിരുന്നു, അതാണിത്. അപ്പൊ ഇവിടെ നസ്ബ് ചെയ്തത് അൻ യുഅ്മിനു അൻ കൊണ്ട് നസ്ബ് ചെയ്തത് യുഅ്മിനൂനയിലെ നാ കളഞ്ഞുകൊണ്ടാണ്. അതേപോലെ അൻ യക്ഫുറു എന്ന് പറഞ്ഞെടുത്ത് നസ്ബ് ചെയ്തത് നാ കളഞ്ഞുകൊണ്ടാണ്. ലൻ തനാലൂല് ലൻ വന്നുകൊണ്ട് നസ്ബ് ചെയ്തത് നാ കളഞ്ഞുകൊണ്ടാണ്. നാ കളഞ്ഞുകൊണ്ട് നസ്ബ് ചെയ്തു. കാരണം അത് അഫ്ആലുൽ ഖംസയിൽ പെട്ടതാണ്. ഇതാണ് പറയേണ്ടത്. രണ്ട് സുക്കൂൻ അങ്ങനെ ചേർന്ന് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരാം. എവിടെ രണ്ട് സുക്കൂനുള്ളത്? രണ്ട് സുക്കൂനുണ്ടാവും. എവിടെ രണ്ട് സുക്കൂനുള്ളത്? ലാമില്. ഏത് ലാമില്? ഏതായത്താണ്? ഏത് ഉദാഹരണമാണ് പറയുന്നത്? മൂന്നാമത്തെയാണോ?
لن تنالوا البر ലൻ തനാലുൽ ബിർറ, ലൻ തനാലുൽ ബിർറ എവിടെയൊക്കെ സുക്കൂൻ അധികം ചേർന്ന് വന്നു? ലൻ തനാലു എന്ന് പറയുന്നത് വാവുണ്ട്, വാവിന് സുക്കൂനുണ്ട് അല്ലേ? പിന്നെ അൽ ബിറിന്റെ ലാമിന് സുക്കൂനുണ്ട്, അതാണ് പറഞ്ഞത്. അതെ. അപ്പൊ എന്തായി? അതുകൊണ്ട് എന്ത് ചെയ്തു? തനാലുൽ ബിർറ എന്നാണ് വായിക്കുക. വാവ് അവിടെ ഉണ്ടാവും. തനാലുൽ ബിർറ, ലു ലാം കഴിഞ്ഞിട്ട്, ലാമിന്റെ ലം കഴിഞ്ഞിട്ട് പിന്നെ അൽ ബിറിന്റെ ലാമിന്റെ സുക്കൂനാണ് വായിക്കുക. അത് എഴുത്തിൽ പോവില്ല, വായനയിൽ പോകും. കാരണം രണ്ട് വാക്കാണ്. തനാലു എന്ന് പറയുന്നത് ഒരു വാക്കാണ്, അൽ ബിർറ എന്ന് പറയുന്നത് വേറൊരു വാക്കാണ്. അങ്ങനെ രണ്ട് വാക്കില് വന്നാൽ എന്ത് ചെയ്യണം? ഒരു വാക്കിന്റെ സുക്കൂൻ ഉച്ചാരണത്തിൽ, സുക്കൂനുള്ള അക്ഷരം ഉച്ചാരണത്തിൽ പോകും. തനാലു എന്ന് പറയുന്നിടത്ത് ഹർഫ് മദ്ദുണ്ട്, അൽ ബിർറിൽ ലാമിന് സുക്കൂനുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഹർഫ് മദ്ദിനെ മദ് കളഞ്ഞിട്ട് വായിക്കണം. തനാലുൽ ബിർറ, അങ്ങനെയാണ് സുക്കൂൻ ഒഴിവാക്കുന്നത്. ഓക്കെ, ശരിയല്ലേ? ശരിയായോ ഇല്ലേ? അടുത്തത്, ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ലൻ യഖ്ലുഖൂ. നസ്ബ് ചെയ്യേണ്ട മറ്റൊരു സന്ദർഭമാണ് ലൻ വന്ന യഖ്ലുഖൂ. ഓരോന്നും ഈ രണ്ട് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ലൻ യഖ്ലുഖൂ, അപ്പോ ലൻ യഖ്ലുഖൂ, യഖ്ലുഖൂനയുടെ നാ കളഞ്ഞുകൊണ്ടാണ് നസ്ബ് ചെയ്തത്. 5 ഫഇൻ ലം തഫ്അലൂ. ലം വന്നാൽ എന്ത് ചെയ്യണം? ജസ്മി ചെയ്യണം. ജസ്മ്, അവസാനത്തിൽ സുക്കൂൻ കൊടുക്കണം. അവസാനത്തിൽ സുക്കൂൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ലൻ, ലം വന്നാൽ ലം യഫ്അൽ എന്നാണ് പറയുക, ലം യഫ്തഹ് എന്നാണ് ഏകവചനത്തിൽ പറയുന്നത്. അപ്പൊ ഇവിടെ ബഹുവചനം വന്നപ്പോൾ എന്ത് ചെയ്തു? തഫ്അലൂനയുടെ നാ കളഞ്ഞുകൊണ്ടാണ് ജസ്മ് ചെയ്തത്. ആ ഉദാഹരണം പഠിച്ചു വെച്ചാൽ രണ്ടുമുണ്ട്, നസ്ബിന്റെയും ജസ്മിന്റെയും ഉദാഹരണമുണ്ട്. فإن لم تفعلوا ولن تفعلوا, ولن تفعلوا. ഫഅലൂനയുടെ നാ കളഞ്ഞുകൊണ്ട് നസ്ബ് ചെയ്തു. 6 ഇൻ തൻസുറുല്ലാഹ യൻസുർക്കും വയുസബ്ബിത് അഖ്ദാമക്കും. അവിടെ ചില സംഗതികൾ നമുക്ക് വ്യക്തമായി കാണാം. ഇൻ വന്നപ്പോൾ എന്ത് ചെയ്തു? ഇൻ കണ്ടീഷണൽ ഇന്നാണ്. ഇൻ തൻസുറുല്ലാഹ ഉപാധി പറയുന്നതാണ്. ഇൻ തൻസുറുല്ലാഹ, ഇൻ വന്നുകൊണ്ട് ജസ്മി ചെയ്യണം. അപ്പൊ തൻസുറൂനയുടെ നാ കളഞ്ഞുകൊണ്ട് ജസ്മി ചെയ്തു. പിന്നെ യൻസുർക്കും, അതിന്റെ ഉപാധി ഷർത്തിന്റെ റിസൾട്ട് എന്താണ്? യൻസുർക്കും. ഉപാധി ഇൻ തൻസുറുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സഹായിച്ചാൽ, യൻസുർക്കും, അവൻ നിങ്ങളെ സഹായിക്കും. യൻസുറു എന്നത് എന്താണ്? മുഫ്രദാണ്, ഏകവചനമാണ്. അവിടെ യൻസുറു എന്നതിന്റെ ലമ്മ് മാറ്റിയിട്ട് സുക്കൂൻ കൊടുക്കും. യൻസുർക്കും, ഇൻ വന്നതുകൊണ്ടാണ്. ഷർത്തിലും ഉപാധിയിലും ജസ്മി ചെയ്യും. യൻസുർക്കും വയുസബ്ബിത്, യൻസുറിന്റെ കൂടെ വാവ് കൊണ്ട് ബന്ധപ്പെടുത്തിയതുകൊണ്ടാണ് യുസബ്ബിത്. സബ്ബത്ത് യുസബ്ബിത്തു എന്ന ലമ്മ് പോയിട്ട് ജസ്മി ചെയ്തിരിക്കുകയാണ്. അവിടെ സുക്കൂൻ കൊണ്ടാണ് ജസ്മി ചെയ്തിരിക്കുന്നത്. മറ്റിടത്ത് ന കളഞ്ഞുകൊണ്ടാണ് ജസ്മ് ചെയ്തത്. അതേപോലെ ലമ്മിന്റെ മറ്റൊരു ഉദാഹരണമാണ് സുമ്മ ലം യതൂബു വലഹും അദാബു ജഹന്നം. സുമ്മ ലം യതൂബു, ലം വന്നുകൊണ്ട് യതൂബൂനയുടെ നാ കളഞ്ഞുകൊണ്ട് ജസ്മ് ചെയ്തു. ഇതൊക്കെ പഴയ പാഠമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പഴയ പാഠം കുറച്ച് ഭാഗം ഒന്ന് ആവർത്തിച്ചതേ ഉള്ളൂ. മുമ്പ് നടന്ന പല ക്ലാസ്സുകളിലും നമ്മൾ പഴയ കുറെ പാഠങ്ങളൊക്കെ ആവർത്തിച്ചു. ഇനി നമ്മൾ അങ്ങോട്ട് പുതിയ കാര്യങ്ങളാണ് പഠിക്കുന്നത്. പുതിയ കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഫൈനൽ സെഷനിൽ എന്താണ്? അതിനൊരു ഉദാഹരണമാണ് അൽ അസ്മാഉൽ ഖംസ. അൽ അസ്മാഉൽ ഖംസ. ഖംസ എന്ന് പറഞ്ഞാൽ എന്താ?
നേരത്തെ നമ്മൾ അഫ്ആൽ ഖംസ പറഞ്ഞു. അഫ്ആൽ ഖംസ എന്ന് പറഞ്ഞാൽ പഞ്ചക്രിയ, പഞ്ചക്രിയകൾ, 5 ക്രിയകൾ. ഇവിടെ അസ്മാഉൽ ഖംസ ഉണ്ട്. അസ്മാഉൽ ഖംസ 5 നാമങ്ങൾ, പഞ്ചനാമങ്ങൾ. ഈ 5 നാമങ്ങൾക്ക് എന്ത് ചെയ്യണം? ഉദാഹരണം നോക്കാം. ജാഅ അബൂക. അപ്പോ ജാഅ അബൂക, അബുൻ എന്നതാണ് പദം. ജാഅ അബൂക. അപ്പൊ അബിന് എന്ത് ചെയ്യാണ്? ജാഅയുടെ കർത്താവാണ് അബ്. അപ്പൊ അബിന് എന്ത് ചെയ്യണം? നമ്മ കൊടുക്കണം. അപ്പൊ ജാഅ അബുൻക എന്ന് പറയാൻ പറ്റില്ല. അവിടെ വാവ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? റഫ്അ് ചെയ്യുന്നത്. ജാഅ അബൂക, ജാഅ അബൂക. അത് നമുക്ക് ജാഅ അബുൻ ബാഇന് അവിടെ ലമ്മായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പ്രത്യേകതയൊന്നും എഫക്റ്റ് ചെയ്യില്ല. അതേസമയം റഅയ്തു വന്നപ്പോഴോ? റഅയ്തു അടുത്ത ഉദാഹരണം കണ്ടോ? ഹാലത്തിൽ നസ്ബ് വരുന്ന സന്ദർഭത്തിൽ റഅയ്തു ഞാൻ കണ്ടു. ആരെ കണ്ട്? അബാക്ക. അപ്പൊ അബിന് എന്ത് ചെയ്തു? നസ്ബിയാണ്. കാരണം മഫ്ഊലുൻ ബിഹിയാണ്, കർമ്മമാണ്. എന്ത് ചെയ്തു? അലിഫ് കൊണ്ടാണ് അവിടെ നസ്ബ് ചെയ്യുന്നത്. അലിഫാണ് ഫതഹത്തിന്റെ അടയാളം. റഅയ്തു അബാക്ക, റഅയ്തു അബാക്ക, ഞാൻ നിന്റെ വാപ്പയെ കണ്ടു. പിന്നെ കസ്റിന്റെ ഉദാഹരണമില്ലേ? നിഹായത്തുൽ ജർ. മറർത്തു അല അബീക, മറർത്തു അല അബീക. മറർത്തു ഞാൻ നടന്നു, അല അബീക നിന്റെ വാപ്പയുടെ അടുത്തൂടെ. കേട്ടാ, മറർത്തു ബി അബീക എന്ന് പറയാം, അല അബീക എന്ന് പറയാം. വാപ്പാടെ മുകളിൽ കൂടെ നടന്നു എന്നല്ല. കേട്ടാ, വാപ്പാടെ അടുത്തൂടെ നടന്നു. അപ്പൊ അല വന്നപ്പോ എന്ത് ചെയ്തു? അബീക എന്ന് പറഞ്ഞു. അപ്പോ എങ്ങനെയാണ് കസർത്ത് കൊടുത്തത്? യാ കൊണ്ടാണ് കസർത്ത്. ഇതാണ് അസ്മാഉൽ ഖംസയുടെ പ്രത്യേകത. ബാക്കി ഉദാഹരണങ്ങളാണ്. സാറന അഹൂക്ക, സാറന ഞങ്ങളെ സന്ദർശിച്ചു. ആര്? അഹൂക്ക. ലമ്മു വന്നപ്പോൾ അഹൂക്ക എന്ന് പറഞ്ഞു. അഹുൻ സഹോദരൻ, അഹൂക്ക നിന്റെ സഹോദരൻ. സാഫഹത്തു അഹാക്ക. സാഫഹ എന്ന് പറഞ്ഞാൽ എന്താണ്? മുസാഫഹത്ത് ചെയ്തു. സാഫഹത്തു അഹാക്ക, ഞാൻ മുസാഫഹത്ത് ചെയ്തു. ആർക്ക്? അഹാക്ക നിന്റെ സഹോദരൻ. അപ്പോ അഹുൻ കർമ്മത്തിന്റെ സ്ഥാനത്താണ്. അലിഫ് കൊണ്ട് എന്ത് ചെയ്തു? നസ്ബ് ചെയ്തു. മറർത്തു അല്ല, മറർത്തു അല്ല, ഇസ്തഅർത്തുൽ ഖലമ മിൻ അഖീക. ഇസ്തഅർതു എന്ന് പറഞ്ഞാൽ വായ്പ വാങ്ങി. ഇസ്തആറ വായ്പ വാങ്ങി. ഇസ്തഅർത്തുൽ ഖലമ ഞാൻ പേന വായ്പ വാങ്ങി. മിൻ അഖീക നിന്റെ സഹോദരൻ നിന്ന്. അപ്പൊ എന്ത് ചെയ്തു? മിൻ വന്നുകൊണ്ട് യാ കൊണ്ടാണ് കസ്ർ ചെയ്തു, ജർ ചെയ്തു. ഇസ്തഅർത്തുൽ ഖലമ മിൻ അഖീക. ഓക്കെ. അപ്പൊ അസ്മാഉൽ ഖംസയിൽ രണ്ടാമത്തതാണ് അഹ്. രണ്ടാമത്തെ എന്താണ്? ഹമ്. ഹമിന്റെ ഉദാഹരണം കൊടുത്തിട്ടില്ലേ? ലാ തുസാദിഖു, അതുപോലെ അഅ്ജബ്തു ബിഹമീക. ഹമ എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ്?
ഭർത്താവിന്റെ അല്ലെങ്കിൽ ഭാര്യയുടെ ബന്ധുക്കൾ, അതാണ് ഹമു എന്ന് പറയുന്നത്. ഭർത്താവിന്റെ അല്ലെങ്കിൽ ഭാര്യയുടെ ബന്ധു. അജബത്തു ബി ഹമീക. ഹമ് സാധാരണഗതിയിൽ വളരെ അപൂർവമായി വരുന്ന സംഭവമാണ്. അപ്പൊ ഹമ് എന്നുള്ളത് ഇതിന് പട്ടികയിൽപ്പെട്ടതാണ് എന്ന് നമ്മൾ ഓർമ്മിച്ചിരുന്നാൽ മതി. പിന്നെ ഖുർആനിൽ സാധാരണ വരുന്നതാണ് സൂ എന്ന വാക്ക്. സൂ നമുക്കറിയാം. ആ സൂ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ പറഞ്ഞിരുന്നു? തന്നെ ജാതി സൂ ആണ്. ജാതി സൂ എന്ന് പറയുന്നത് 3 സഹോദരന്മാരാണ്, സഹോദരിയാണ് ജാത്ത് എന്നൊക്കെ പറഞ്ഞു. അത് ഓർമ്മിച്ച് വെക്കാൻ നമ്മൾ പറഞ്ഞെന്ന് മാത്രമേ. കാരണം എന്ത് സംഭവം? സൂ എന്നത് ലമ്മ് ചെയ്യപ്പെട്ടതാണ്. സൂ ഉള്ളത്, ഹാവിങ് എന്നാണ് അതിന്റെ അർത്ഥം. സൂ പത്ത ചെയ്യപ്പെടുമ്പോ എങ്ങനെ വരും? കസ് ചെയ്യപ്പെടുമ്പോൾ എന്ത് വരും? എന്ന് വരും. അതാണ് ഇവിടെ ഉദാഹരണം കൊടുത്തിരിക്കുന്നത്. ഖലീലുൻ ദൂ മാലിൻ. ഖലീലുൻ ദൂ മാലിൻ. ഖലീല് എന്താണ്? ദൂ മാലിൻ എന്താ അർത്ഥം? പണക്കാരനാണ്, പണം ഉള്ളവനാണ്. ലാ തുസാദിഖ്. ലാ തുസാദിഖ്. നീ എന്ത് ചെയ്യരുത്? സത്യവാനാണ് എന്ന് വിചാരിക്കരുത്. ആരെ? അത്യാഗ്രഹിയെ. അത്യാഗ്രഹം സമ എന്ന് പറഞ്ഞാൽ അപ്പൊ തത്വമാണവൻ എന്നൊക്കെ ചോദിച്ചില്ലേ? എന്താർത്ഥം? തമ ആഗ്രഹിച്ചു. ആഗ്രഹമുള്ളവൻ. അത്യാഗ്രഹി എന്ന അർത്ഥത്തിലാണ് വന്നിരിക്കുന്നത്. അത്യാഗ്രഹി എന്ത് ചെയ്യരുത്? സത്യപ്പെടുത്തരുത്. സത്യവാനാണെന്ന് വിചാരിക്കരുത്. അപ്പൊ അവിടെ എന്ത് ചെയ്തു? ലാ തുസാദിഖ് എന്ന് പറഞ്ഞതിന്റെ കർമ്മമാണ് ജാ. അതുകൊണ്ട് എന്ത് ചെയ്തു? നസ്ബ് ചെയ്തത് അലിഫ് കൊണ്ട്. അൽജബ് അല്ല, എന്താണ്? അപ്പൊ അതേ രീതിയിൽ വരും. മജീദ്. അപ്പൊ അവിടെ എന്ത് ചെയ്തു? അവിടെ ഫിരൗന എന്ന് പറഞ്ഞിടത്തും കസർ കാണാൻ പറ്റില്ല. എന്താണ്? അലം തറ കൈഫ ഫഅല റബ്ബുക ബി ആദിൻ എന്നാണ്. ഈ ആദിൻ കസർ വന്നപ്പോൾ ആദിനെ എന്ത് ചെയ്തു എന്ന് നീ കണ്ടില്ലേ? എന്നോട് കസർ വന്നപ്പോൾ എന്ത് ചെയ്തു? ബി ആദിൻ. അത് കഴിഞ്ഞിട്ടാണ് ഫിരൗന. ബി ഫിരൗന എന്നാണ്. ഫിരൗന്റെ കസറാണ് യഥാർത്ഥം. ഫിരൗന് കസർ ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് പത്ത് കൊടുത്തിരിക്കുന്നത്. ഫിരൗന ദിൽ ഔതാദ്. ഫിരൗന്റെ വിശേഷണം പറഞ്ഞപ്പോ ഫിരൗന്റെ ഓൾറെഡി കസറാണ്. ഫിരൗന്റെ വിശേഷണം പറഞ്ഞപ്പോ ദിയോ. അങ്ങനെ നോക്കിയാൽ നമുക്ക് ഫതഹ കൊണ്ട് അസ്മാഉൽ ഖംസയെ വാവ് കൊണ്ട് റഫ്അ ചെയ്യണം, അലിഫ് കൊണ്ട് നസ്ബ് ചെയ്യണം, പിന്നെ യാ കൊണ്ട് കസറിന്റെ സ്ഥാനത്ത് യാ കൊടുക്കും. بشرط إضافتها إلى غير ياء المتكلم. എപ്പോഴാണ് ഇവയെ മുത്തക്കല്ലിം അല്ലാത്ത യാഉൽ മുത്തക്കല്ലിം അല്ലാത്ത ഒന്നിലേക്ക് ഇളാഫത്ത് ചെയ്യുമ്പോഴാണ്. നമ്മൾ ഇവിടെ പറഞ്ഞു അഹുൻ എന്ന് പറയുന്നിടത്താണെങ്കിൽ അങ്ങനെ തന്നെ വരും. അതേ സമയത്ത് അഹിന്റെ കൂടെ അഹിനെ മറ്റൊരു ഒന്നിലേക്ക് ഇളാഫത്ത് ചെയ്തു, അപ്പോഴാണ് ഈ വാവ് വരുന്നത്. അഹൂക്ക അല്ലെങ്കിൽ അബു അബ്ദുള്ള എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായി? അബ്ദുള്ളയിലേക്ക് ഇളാഫത്ത് ചെയ്തു. അബൂ ബക്കറിൻ എന്ന് പറയുമ്പോൾ എന്തായി? ബക്കറിലേക്ക് ഇളാഫത്ത് ചെയ്തു. അപ്പോ കാല അബൂബക്കർ സിദ്ദീഖ്. അബൂബക്കർ സിദ്ദീഖ് അല്ലാഹു പറഞ്ഞെന്ന് പറയുമ്പോൾ എന്ത് പറയും? കാല അബൂബക്കർ സിദ്ദീഖ്. അപ്പൊ ഹദീസൊക്കെ വായിക്കുമ്പോ അൻ വരുന്നിടത്ത് എന്ത് പറയും? അൻ അബീ ബക്കറിൻ. അൻ അബീ ബക്കറിൻ. റഅയ്തു അബാ ബക്കറിൻ. അപ്പൊ അബിനെയും അതിനെയൊക്കെ എന്ത് ചെയ്തു? അടുത്ത നാമത്തിലേക്ക് അല്ലെങ്കിൽ സർവനാമത്തിലേക്ക് ഇളാഫത്ത് ചെയ്തു. ഇവിടെ എന്ത് ചെയ്യും പറഞ്ഞിരിക്കുന്നത്? വയുസ്തർത്തു ഉപാധിയാകും, ഷർത്താകും. എപ്പോഴാണ് വാവ് കൊണ്ട് റഫ് ചെയ്യുകയും
അലിഫ് കൊണ്ട് നെസ്ബ് ചെയ്യുകയും കസ്ർ കൊണ്ട് യാ കൊണ്ട് ജർ ചെയ്യുകയും ചെയ്യുന്നത് ഇളാഫത്തിഹ ഇല യുഷ്തർതു ഇളാഫത്തുഹ ഇല ഗൈരി യാഇൽ മുത്തക്കല്ലിം. യാഉൽ മുത്തക്കല്ലിം സംസാരിക്കുന്ന ആളുടെ യാ ഒഴിച്ചുള്ള വേറെ എന്തിനെങ്കിലും ഇളാഫത്ത് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അതിന് ഈ വാവ് കൊണ്ട് റഫ് ചെയ്യുന്നതും യാ കൊണ്ട് ജർ ചെയ്യുന്നതും എന്ത് ചെയ്യുന്നത്? അലിഫ് കൊണ്ട് നെസ്ബ് ചെയ്യുന്നത്. ദാദീദു നമുക്കറിയാം, ദാദീദു എപ്പോഴും ഇളാഫത്ത് ചെയ്തിട്ടേ വരുള്ളൂ, നിർബന്ധ ഇളാഫത്തിൽപ്പെട്ടതാണ്. ബാക്കിയുള്ളതെല്ലാം അങ്ങനെ ഇളാഫത്ത് ചെയ്യപ്പെട്ടു വരുമ്പോൾ യാൽ മുത്തക്കല്ലിമാകുമ്പോൾ എപ്പോഴും കസ്ര തന്നെ ആയിരിക്കും. യാൽ മുത്തക്കല്ലിമാകുമ്പോൾ എപ്പോഴും കസ്ര തന്നെ ആയിരിക്കും. അതാ അബി, അതാ അബുൻ എന്നാണ് പറയേണ്ടത്. അതാ അബുൻ, ഇത് പിതാവാണ്. എന്റെ എന്നിലേക്ക് ചേർത്താൽ എന്താ? യാൽ മുത്തക്കല്ലിമേക്ക് ചേർത്താൽ അതാ അബി എന്നേ പറയാൻ പറ്റും, കസ്രത്തെ പറയാൻ പറ്റും. അതേപോലെ ഹാദാ അഹുൻ എന്ന് പറഞ്ഞെടുത്ത് ലമ്മാണ്, അതാ അഹി എന്നേ പറയാൻ പറ്റും. അതേപോലെ തന്നെ നെസ്ബ് വരുമ്പോൾ അബിൻ നെസ്ബ് വരുമ്പോ അതെ അബിൻ നെസ്ബ് വരുമ്പോൾ യാൽ മുത്തക്കല്ലിമേക്ക് ചേർത്താൽ നെസ്ബ് വരുമ്പോൾ എന്ത് ചെയ്യും? റഅയ്തു, എന്റെ വാപ്പയെ കണ്ടത് എങ്ങനെ പറയും? റഅയ്തു അബി, റഅയ്തു അബി, അപ്പോഴും കസ്റാണ്. പിന്നെ കസ്ര ചെയ്യുമ്പോഴോ മറർത്തു ബി അബി, എല്ലാവരും എപ്പോഴും യാൽ മുത്തക്കല്ലിമോട് ചേർന്ന് വരുമ്പോൾ കസ്ര തന്നെ ആയിരിക്കും. ക്രിയയിലല്ല, നാമങ്ങളിൽ. നാമങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്രിയയിൽ വരുമ്പോൾ വേറെ നിയമമാണ്. ക്രിയയിൽ വരുമ്പോൾ ക്രിയയുടെ ഒറിജിനൽ അടയാളം കാണാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? യാൽ മുത്തക്കല്ലിമിലേക്ക് ചേർക്കുമ്പോൾ എന്ത് ചെയ്യും? നൂനിൽ വിക്കായത്ത് ചേർക്കും, സുരക്ഷിത നൂന്, സേഫ്റ്റി നൂന് ചേർക്കും. ഓക്കെ. ഓ അസ്മാഉൽ ഖംസ ഫൂ പറഞ്ഞില്ല അല്ലേ? ഇല്ല. ഫൂ എന്ന് പറഞ്ഞാല് വായ. ഫമിന് പകരം പറയുന്ന വാക്കാണ് ഫൂ. ഫൂ അതും നേരത്തെ പറഞ്ഞതുപോലെ ഹമ് പറഞ്ഞതുപോലെ ഹമും ഫൂ ഒക്കെ റേറായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഫൂ ഖുർആനിൽ വന്നിട്ടുണ്ട്. ലിയബ്ലുഗ ഫാഹു ഇല്ലാ കബാസിതി, അല്ലതിന് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ ഉദാഹരണം പറഞ്ഞപ്പോൾ പറഞ്ഞു ഇല്ല അവൻ ഇല്ലാ കബാസിതി കഫൈഹി ഇലൽ മാഇ, അവൻ വെള്ളത്തിലേക്ക് കൈ നീട്ടുന്നത് പോലെയാണ് ലിയബ്ലുഗ ഫാഹു, അവന്റെ വായയിൽ അത് എത്തുന്നതിന് വേണ്ടി. അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മഴയത്ത് കൈ നീട്ടുന്നു, വെള്ളത്തിലേക്ക് കൈ നീട്ടുന്നു. എന്തിനാണ്? വാ നിറയുന്നതിന് വേണ്ടി. വാ നിറയുന്നതിന് വേണ്ടി വാ കാണിച്ചു കൊടുക്കുന്നതിന് പകരം കൈ കാണിച്ചു കൊടുക്കുന്നതിനെ പോലെയാണ് ഷിർക്ക് ചെയ്യുന്നവനെന്നാണ് പറഞ്ഞത്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അവിടെ എന്ത് പറഞ്ഞു? യബ്ലുഗ ഫാഹു. യബ്ലുഗ എന്ന് പറഞ്ഞാൽ എത്തുന്നതിന് വേണ്ടി. എവിടെ എത്തുന്നതിന് വേണ്ടി? ഫാ. അപ്പൊ എന്ത് ചെയ്തു? നെസ്ബ് ചെയ്തതാണ്. ഫൂവിനെ നെസ്ബ് ചെയ്തപ്പോ എന്തായി? ഫാ ഹൂവിലേക്ക് ഇളാഫത്ത് ചെയ്തല്ലോ, അതുകൊണ്ടാണ് യബ്ലുഗ ഫാഹു. അതേപോലെ ഫീയും വന്നിട്ടുണ്ട് ഹദീസിൽ. ഹദീസ് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അവിടെയും ഫീഹി, അവന്റെ വായിലേക്ക്, ഫീഹി എന്ന് പറയുന്നത്. അപ്പൊ ഫീഹി എന്നുള്ളത് അവനിൽ എന്ന് പറയുന്നതിന് പകരം ഫീ എന്നത് ഫാ അല്ലെങ്കിൽ ഫൂ എന്നതിന്റെ നെസ്ബ് ചെയ്യപ്പെട്ട കസ്ർ ചെയ്യപ്പെട്ട രൂപമാകുമ്പോൾ ഫീ എന്ന് വരും. അത് വേറെ ഫീ ആണ് കേട്ടോ, നൗണാണ്. മറ്റത് സാധാരണഗതിയിൽ ഫീ പറയുന്നത് ഇൽ എന്ന അർത്ഥത്തിൽ ഫീ പറയുന്നത് അത് ഹർഫ് എന്നാണ് പറയുന്നത്, അവ്യയമാണ്. ഓക്കെ, ഇത് സംക്ഷിപ്തമായിട്ട് പഠിച്ചിരിക്കുക. നമ്മൾ സീനിയർ ക്ലാസ്സിൽ അതിന്റെ ഉദാഹരണങ്ങൾ വരും. സീനിയർ ക്ലാസ് ഏതാ? ഫൈനൽ കഴിഞ്ഞാൽ പിന്നെ ബക്കറ, ആലി ഇമ്രാൻ ഇതൊക്കെ പഠിക്കുന്ന നമ്മൾ കൂടുതൽ ഉദാഹരണങ്ങളും നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മിച്ച് വെക്കാനും വേണ്ടിയാണ്. ഓക്കെ.
പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് നാമവാക്യത്തിലെ ഇന്നയും അന്നയും നമ്മൾ പഠിച്ചായിരുന്നു. ഇന്നയുടെ മറ്റു ചില സഹോദരിമാരെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഇന്നയിലെ മറ്റു ചില സഹോദരിമാർ. ഇന്നയുടെ ഒരു സഹോദരിയാണ് കഅന്ന. എന്തായിരുന്നു കഅന്നയുടെ? കഅന്ന പോലെ. ആ, പോലെ. അപ്പൊ ഇന്നയുടെ സഹോദരിമാര് ആരൊക്കെയാണ്? ഇന്നയുടെ സഹോദരിമാര് ഇന്ന, അന്ന, പിന്നെ അന്ന, ലാക്കിന്ന, അല്ല. ഡിസ്പ്ലേ ചെയ്യുന്നപ്പോഴാണ് കാണുന്നത്. പിന്നെ അന്ന ആദ്യം നൂനുള്ളതെല്ലാം ഒരുമിച്ച് പറയും. നൂനുള്ളിടത്തൊക്കെ നൂന് ശബ്ദമുണ്ട്. അപ്പൊ ഇന്ന അന്ന കഅന്ന ലാക്കിന്ന. ഇന്ന അന്ന കഅന്ന ലാക്കിന്ന. എല്ലാത്തിനും ഇടയിൽ വാ ചേർത്ത് പറയണം കേട്ടോ. എല്ലാത്തിന്റെയും ഇടയിൽ വാ ചേർത്ത് പറയണം. ഇംഗ്ലീഷിലാണെങ്കിൽ ഒരു ആൻറ്റി ചേർത്താൽ മതി. അറബിയിലാണെങ്കിൽ എല്ലാ സ്ഥലത്തും വാ ചേർക്കാം. ഇന്ന വ അന്ന വ കഅന്ന വലാകിന്ന വലൈത വലഅല്ല. ഇതാണ് ഇന്നയുടെ സഹോദരിമാർ. ഇന്ന വ അന്ന വ കഅന്ന വലാകിന്ന വലൈത വലഅല്ല. ഓക്കെ, ഉദാഹരണത്തിലൂടെ പഠിക്കാം. ആദ്യം ലാക്കിന്ന. ഇന്ന വ അന്ന കഅന്ന 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 ഖാലിദൻ അസദ്. കഅന്നയ്ക്ക് ശേഷം നസ്ബ് ചെയ്യപ്പെട്ടതായ, പ്രകടമായി നസ്ബ് ചെയ്യപ്പെട്ട ഉദാഹരണങ്ങൾ ഖുർആനിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. കഅന്നയ്ക്ക് ശേഷം കാരണം ഒന്നാലും എന്ത് വേണം? നസ്ബ് ചെയ്യപ്പെട്ട് കാണണ്ടേ? അപ്പൊ നസ്ബ് ചെയ്യപ്പെടാൻ എന്ത് വേണം? നസ്ബ് സ്വീകരിക്കുന്ന ഒരു നാമം വേണം അവിടെ. അങ്ങനെ നസ്ബ് സ്വീകരിക്കുന്ന നാമം വന്നതായ ഉദാഹരണം ഖുർആനിൽ ഇല്ല. അതുകൊണ്ടാണ് കഅന്ന ഖാലിദൻ അസദുൻ എന്ന് ഞാൻ ഗ്രാമർ പുസ്തകത്തിലുള്ള അതേ ഉദാഹരണം എടുത്തു കൊടുക്കുക. കാരണം കഅന്നയുടെ അർത്ഥം കറക്റ്റായിട്ട് മനസ്സിലാകുന്നത്. കഅന്ന ഖാലിദൻ അസദുൻ എന്ന് പറഞ്ഞാൽ ഖാലിദ് അസദിനെ പോലെയാണ്. ഖാലിദ് അസദ് എന്താ? സിംഹം. ആ, ഖാലിദ് സിംഹത്തെ പോലെയാണ്. അതിനാണ് കഅന്ന ഉപയോഗിക്കുന്നത്. ഉപമയും ഉൾപ്രേക്ഷയുമാകാം. അതിന് വേറെ സാഹിത്യത്തിൽ വേറെ വാക്കൊക്കെ പറയും. കഅന്ന. കഅന്ന വേറെ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കഅന്നയ്ക്ക് ശേഷം നാമം വന്ന് നസ്ബ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ ഉദാഹരണമാണ് സൂറത്ത് നൂറിലെ 35-ാം സൂക്തത്തിൽ അള്ളാഹയെ കുറിച്ച് വിശദീകരിക്കുക, അള്ളാഹിന്റെ പ്രകാശത്തെ കുറിച്ച് വിശദീകരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അള്ളാഹു നൂറുസ് സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫിഹാ മിസ്ബാഹ് അൽ മിസ്ബാഹ് ഫി സുജാജ എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്ത് പറഞ്ഞു? അസ്സുജാജത്തു. ഇത് ആയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അള്ളാഹു നൂറുസ് സമാവാതി വൽ അർദ്. അള്ളാഹ് ആകാശഭൂമികളുടെ പ്രകാശമാണ്. നൂറുസ് സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിഷ്ക. അള്ളാഹിന്റെ പ്രകാശം ഇനി പറയുന്നത് പോലെയാണ്. കമിഷ്കാത്തിൻ, ഒരു വിളക്കുമാടമുണ്ട്, വിളക്ക് വെക്കുന്ന സ്ഥലമുണ്ട്. ഇപ്പൊ നമ്മളെ ഇലക്ട്രിക് പോസ്റ്റൊക്കെ ഇല്ലേ, ഇലക്ട്രിക് പോസ്റ്റിലാണ് നമ്മൾ ലൈറ്റ് തൂക്കിയിടുന്നത്. മുമ്പ് അങ്ങനെയല്ല, വിളക്ക് വെക്കുന്നതിന് ഒരു സ്ഥലം ഉണ്ടാവും, അവിടെയാണ് വിളക്ക് കൊണ്ട് വെക്കുക. ഇത് കാറ്റത്ത് മഴയത്തും ചെയ്യാൻ പാടില്ല, അത് അണഞ്ഞ് കെട്ടുപോകാൻ പാടില്ല.
അങ്ങനെ കെട്ടുപോകാതിരിക്കുന്നതിന് വേണ്ടി വിളക്ക് വയ്ക്കും. ആ വിളക്കിന് എന്ത് ചെയ്യും? വിളക്കിന് കവർ ചെയ്ത് ആഭരണങ്ങൾ വെക്കും. കവർ ചെയ്ത് ആഭരണങ്ങൾ വെക്കുമ്പോഴത്തേക്ക് വിളക്കിന്റെ പ്രകാശം പുറത്തു വരത്തക്ക രീതിയിലുള്ളതായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള വെക്കുന്ന സ്ഥലത്തിനാണ് വിളക്ക് മാടം എന്ന് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ വിളക്ക് വെക്കുന്നതിന് വേണ്ടി ഒരു കുഴി ഉണ്ടാക്കും, ഒരു മതിൽ വെച്ചിട്ട് ആ മതിലില് വിളക്ക് വെക്കും ചെയ്യും. അപ്പൊ അതിന് മുകൾ ഭാഗം വെള്ളം വീഴാതെ വെള്ളം വീഴാത്ത രീതിയിലും വിളക്ക് വെക്കാൻ വേണ്ടിയാണെങ്കിൽ ഒരു കുഴി വേണം. അപ്പം മുകൾ ഭാഗം നമ്മളെ 3 സൈഡും കട്ട് ചെയ്തിട്ട് അകത്തോട്ട് കയറ്റിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോഴ് അങ്ങനെ കുഴി വയ്ക്കും. അപ്പൊ അതിനാണ് ഈ വിളക്ക് മാടം എന്ന് പറയുന്നത്. കമിഷ്കാത്തി, അതിൽ വിളക്ക് മാടത്തിലാണ് അള്ളാഹുനൂർ സമാവത്തി മസനൂരി ഈ കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ്, ആ വിളക്ക് ആ മിഷ്കാത്തിനകത്താണ് വെച്ചിരിക്കുന്നത്. അൽ മിസ്ബാഹ് ഫീ സുജാജ, വിളക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു ഗ്ലാസിനകത്താണ് വെച്ചിരിക്കുന്നത്. അൽ മിസ്ബാഹു ഫീ സുജാജ, ആ ഗ്ലാസ് അസ്സുജാജത്ത് എന്ന് പറഞ്ഞ ഗ്ലാസ്. അസ്സുജാജത്ത് കഅന്നഹാ കൗകബ്, അള്ളാന്റെ പ്രകാശത്തിന്റെ ആ വിളക്ക് വെച്ചിരിക്കുന്നത് ഒരു ഗ്ലാസിനകത്താണ്. ആ ഗ്ലാസ് എന്താണ്? കഅന്നഹാ കൗകബ്. കൗകബ് എന്ന് പറഞ്ഞാല് കൗകബ് പഠിച്ചിട്ടില്ലേ നമ്മൾ? നക്ഷത്രങ്ങൾ. ഞല്ലല്ല, നക്ഷത്രം. അതിന്റെ ബഹുവചനമാണ് കവാക്കിബ്. കവാക്കിബ്. പിന്നെ ആയത്ത് പറയും കവാക്കിബുള്ള വൈദൽ കവാക്കിബു ഇൻതസറത്ത്. ചിലരൊക്കെ പഠിക്കുമ്പോൾ തന്നെ കാണാൻ പഠിക്കുന്നുണ്ട്. അങ്ങനെ കാണാൻ പഠിച്ചാൽ നന്നായിരിക്കും. ഉദാഹരണങ്ങളൊക്കെ നമുക്ക് ഓർമ്മിച്ചിരിക്കാൻ പറ്റും. വൈദൽ കവാക്കിബു ഇൻതസറത്ത്. അപ്പൊ ഇവിടെ അസുജാജത്ത് കഅന്നഹാ കൗകബ്, ആ സുജാജത്ത് എന്താണ്? ആ സ്ഫടികം അല്ലെങ്കിൽ ഗ്ലാസ് കഅന്നഹാ കൗകബുൻ ദുർരിയും, ദുര്രി എന്ന് പറഞ്ഞാൽ വെട്ടിത്തിളങ്ങുന്നത്, അതിന് വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രം പോലെയാണ്. അപ്പൊ വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രം പോലെയുള്ള ഗ്ലാസിനകത്ത് വെച്ചിരിക്കുന്ന വിളക്കിന്റെ പ്രകാശം എത്രത്തോളമായിരിക്കും, അതേപോലെയാണ്. പിന്നെ അതിനുശേഷം വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെയാണ് അള്ളാന്റെ പ്രകാശം എന്നാ പറഞ്ഞത്. ഇവിടെ നമ്മളെ വിഷയം കഅന്നയാണ്. കാനയ്ക്ക് ശേഷം നെസ്ബ് വന്നതായിട്ടല്ല ഇവിടെ ഉള്ളത്. ഇവിടെ എന്താണ്? കാനയ്ക്ക് ശേഷം സർവനാമമാണ് വന്നിരിക്കുന്നത്. നെസ്ബ് ചെയ്യപ്പെടാൻ വേണ്ടിയാണ് നാമം വരണം. പ്രത്യക്ഷമായ നാമം ഉണ്ടെങ്കിൽ മാത്രമേ നെസ്ബ് ചെയ്യാൻ പറ്റുള്ളൂ. സർവനാമമൊക്കെ ആണെങ്കിൽ എന്താണ്? അന്ത്യം ഉറച്ചതാണത്, അതിന്റെ അന്ത്യം മാറുകയില്ല. കഅന്നഹ, അത് ആയതുപോലെയുണ്ട്. കൗകബുൻ ദുർരിയും, വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രം. ആ ഉദാഹരണം ഞാൻ എടുത്ത് കൊടുത്തതേ ഉള്ളൂ. കാനയ്ക്ക് ശേഷം നാമം വന്നാൽ എന്ത് ചെയ്യണം? നെസ്ബ് ചെയ്യണം. ഇന്നല്ലാഹ ഗഫൂറുൻ എന്ന് പറഞ്ഞ പോലെ. അപ്പൊ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? അതിന്റെ രണ്ടാം ഭാഗത്തിന് നമ്മളെ നാമമുണ്ട്. പക്ഷെ നമ്മളെ നാമം നമ്മൾ എന്താ പഠിച്ചത്? ഇന്ന അന്ന കാന്ന വന്നാല് ഒന്നാമത്തെ അതിനെ തുടർന്ന് വരെ അതിനെ കുറിച്ച് എന്ത് പറഞ്ഞു, അല്ലെങ്കിൽ അത് ഏതിനെ കുറിച്ച് പറഞ്ഞു, അതിന് നെസ്ബ് ചെയ്യണം. അപ്പൊ ഇവിടെ കഅന്നഹ അതിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിന്റെ രണ്ടാം ഭാഗമാണ് അത്. അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞു? എന്തിനെ കുറിച്ചാണോ പറഞ്ഞത് അതിന് നെസ്ബ് ചെയ്യണം. അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞു അതിന് ലമ്മുണ്ട് എന്ന് ഉറപ്പുവരുത്തണമെന്നാ പറഞ്ഞത്. കാരണം എല്ലാ നാമങ്ങൾക്കും ബേസിക്കലി അടിസ്ഥാനപരമായ ലമ്മായിരിക്കുമല്ലോ. അതിന് ലമ്മുണ്ടെന്ന് ഉറപ്പുവരുത്താൻ പറഞ്ഞാൽ എന്റെ അർത്ഥം ഇവിടെ ലമ്മുണ്ടോ എന്ന് നോക്കുക. അപ്പൊ കഅന്നഹ കൗകബുൻ, കൗകബിന് ലമ്മുണ്ട്, അതാണത്. അതേപോലെ കഅന്ന വന്ന മറ്റൊരു ഉദാഹരണമാണ് ഫലമ്മാ റആഹാ തഹ്തസ്സു കഅന്നഹാ ജാൻ. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞപ്പോ മൂസാ നബി അലൈഹി ഇസ്ലാമെ അടുക്കൽ എന്ത് പറഞ്ഞു? അള്ളാഹ് പറഞ്ഞു വടി തടയിടാൻ പറഞ്ഞു. കയ്യിരിക്കുന്ന വടി തടയിടാൻ പറഞ്ഞു. എന്ത് ചെയ്തു? അങ്ങനെ ഫലമ്മാ റആഹാ, അങ്ങനെ അതിനെ കണ്ടപ്പോൾ, ആ വടിയെ കണ്ടപ്പോൾ തഹ്തസ്സു എന്ത് ചെയ്യുന്നു? അത് ചാഞ്ചാടുന്നതായി കണ്ടു. കഅന്നഹാ ജാന്നൻ, ഒരു സർപ്പത്തെ പോലെ. എവിടെയൊക്കെ നിങ്ങൾക്ക് കാന്നയുടെ ഉദാഹരണം മനസ്സിലായി? നേരത്തെ പറഞ്ഞ കഅന്ന ഖാലിദൻ അസദുൻ എന്ന് പറഞ്ഞ പോലെ
ഇവിടെയൊക്കെ ഉൾപ്രേക്ഷയുടെ ഭയങ്കരമായ ഉദാഹരണങ്ങളാണ്. ഉൾപ്രേക്ഷ അറിയാമല്ലോ, മറ്റൊന്നും ധർമ്മയോഗത്താൽ അതുതാനല്ലയോ ഇതെന്ന് വർണ്ണയത്തിലാശങ്ക ഉൾപ്രേക്ഷാഖ്യായ അലങ്കൃതി. മറ്റെന്താണ് കൗക്കബുൻ ദുർരിയുൻ, അതൊരു വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രത്തെ പോലെയുണ്ട് ആ വിളക്കും ആ ജഡ്ജാജത്ത് വിളക്ക് വെച്ചിരിക്കുന്ന ഗ്ലാസ്. യഥാർത്ഥത്തിൽ അതല്ല, അത് പോലെയുമല്ല. എന്താണ് ഉപമയുടെ അങ്ങേയറ്റമാണ്. നക്ഷത്രത്തെ പോലെയുണ്ട് എന്ന് പറയുമ്പോൾ ഒരു സാദൃശ്യമല്ല, അതിനപ്പുറത്തുള്ള ഒരു ഉദാഹരണമാണ് ഉപമയാണത്. അതിനാണ് ഉൾപ്രേക്ഷ എന്ന് പറയുന്നത്. അതേപോലെ അത് ഒരു സർപ്പത്തെ പോലെ ഇളകിയാടാൻ തുടങ്ങി. ഇവിടെയും കാനയ്ക്ക് ശേഷം സർവനാമമാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ അടയാളം കാണാൻ പറ്റില്ല. അതേസമയം രണ്ടാം ഭാഗത്തിന് എന്തുണ്ട്? ജാന്യൻ എന്ന് ലമ്മ് ഉണ്ട്. ഇതാണ് കാനയുടെ ഉദാഹരണം. ഇനിയുണ്ട് അതേപോലെ സർവനാമം വന്നത്. ഇതല്ലത് ഈ ബൈനക്കോ ബൈനഹു ആദാവത്തും കഅന്നഹു വലിയുൻ ഹമീം. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ എന്ന് പറഞ്ഞല്ലോ. ഏറ്റവും നല്ലത് കൊണ്ട് നീ പ്രതികരിക്കുക. നല്ലത് കൊണ്ട് പ്രതികരിച്ചാൽ ഇതല്ലത് ഈ ബൈനക്കോ ബൈനഹു, നിനക്കും ഏതൊരുവനും ഇടയിലാണോ അദാവത്തുൻ ശത്രുതയുള്ളത്, കഅന്നഹു അപ്പോൾ അവൻ ആയതുപോലെ ഉണ്ടാകും, വലിയുൻ ഹമീം ഉറ്റ മിത്രം. എവിടെയും കാനയ്ക്ക് ശേഷം എന്താണ്? സർവനാമമാണുള്ളത്, അതുകൊണ്ടാണ് സർവനാമത്തിന്റെ അന്ത്യം മാറാത്തത്. നേരത്തെ കാന്ന ഹ എന്നൊക്കെ വന്നപ്പോ നമ്മൾ വിചാരിച്ച ഹായുടെ ഫത്തഹ് ഇന്നയുടെ കാരണമായി വന്ന ഫത്തഹാണെന്ന്. അങ്ങനെയല്ല. അവിടെ ഹ കിതാബു ഹ എന്ന് പറഞ്ഞ് ഓൾറെഡി ഹായാണ്. ഇവിടെ നമുക്ക് മനസ്സിലാവും കാന്ന വന്നപ്പോൾ കാന്ന ഹു എന്നാണുള്ളത്. സർവനാമത്തിന്റെ അന്ത്യം മാറുന്നതല്ല, അന്ത്യം ഉറച്ചതാണ്. മുരടന്മാരാണ് സർവനാമങ്ങൾ. കാന്നഹു വലിയുൻ ഹമീം. അപ്പൊ വലിയൻ എന്തുണ്ട്? ലമ്മുണ്ട്. അപ്പൊ അവൻ ഒരു ഉറ്റ മിത്രത്തെ പോലെയാകും എന്നാണ്. ഇനി വന്നിട്ട് എന്താണ്? ലാക്കിന്ന, ഇന്നയുടെ മറ്റൊരു സഹോദരിയാണ് ലാക്കിന്ന. ലാക്കിന്നയുടെ പക്ഷേ, എന്നാൽ, പക്ഷേ. അപ്പോ ലാക്കിന്ന വന്നാൽ ലാക്കിന്നെ ഉപയോഗിച്ച് എന്തിനെ കുറിച്ചാണോ പറയുന്നത് അതിന് നെസ്ബ് കൊടുക്കണം. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു അതിന് ലമ്മുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ലാക്കിന്ന അസാബല്ലാഹി ശദീദ്. ലാക്കിന്ന എന്നാൽ അസാബല്ലാഹി. ലാക്കിന്ന ഒന്നുകൊണ്ട് എന്ത് ചെയ്തു? അസാബിന് നെസ്ബ് കൊടുത്തു. ലാക്കിന്ന അസാബല്ലാഹി. പിന്നെ അസാബിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ശരീരം. ലാക്കിനെ ഉപയോഗിച്ചു അസാബിനെ കുറിച്ചാണ് പറഞ്ഞത്, ശിക്ഷയെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ലാക്കിന്നയുടെ കാരണമായി അതിനെ അസാബിന് എന്ത് ചെയ്തു? നെസ്ബ് കൊടുത്തു. അതിനുശേഷം അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞു? ശദീദ് എന്നാണ് പറഞ്ഞത്. അതിനെന്ത് ചെയ്തു? റഫ്അ കൊടുത്തു, അഥവാ ലമ്മുണ്ടെന്ന് ഉറപ്പുവരുത്തി. അതേപോലെ വലാകിന്ന കസീറൻ മിൻഹും ഫാസിഖൂൻ. ലാകിന്ന കസീറൻ മിൻഹും ഫാസിഖൂൻ. അപ്പൊ കസീറിന് എങ്ങനെ വന്നു? നസ്ബ് എങ്ങനെ വന്നു? ലാക്കിന്റെ കാരണമായി. അലിഫ് കൊണ്ടല്ല, അലിഫ് ലാക്കിന്ന വന്നത് കൊണ്ട് കസീറന് ഫത്തഹ് കൊണ്ടാണ് നസ്ബ് ചെയ്തത്. കേട്ടാ, ഫത്തഹത്ത് കൊണ്ടാണ് നസ്ബ് ചെയ്തത്. പിന്നെ രണ്ട് ഫത്തഹ് വന്നാൽ അലിഫ് കൊടുക്കുക എന്നത് സാധാരണ ഒരു ഔപചാരിക മര്യാദയാണ്, ഒരു മര്യാദയാണ്. രണ്ട് ഫത്തഹ് വന്നാൽ അലിഫ് കൊടുക്കണം. അപ്പൊ നേരത്തെ ലാക്കിന്ന വന്നത് അസാബിന് അസാബൻ അള്ളാഹി എന്ന് പറയുന്നത് എന്താ? അസാബിന് അവിടെ രണ്ട് ഫത്തഹ് കൊടുക്കാൻ എന്താ?
അള്ളാ എന്ന നാമത്തിലേക്ക് ഇലാഫത്ത് ചെയ്തു. അപ്പോൾ ഒന്നാമത്തേന് തൻവീൻ പാടില്ല. അജാബനില്ലാഹി എന്ന് പറയാൻ പറ്റില്ല. അജാബ അല്ലാഹി. അതേസമയം ഇവിടെയാണെങ്കിലോ, ഇവിടെ കസീറിനെ വേറൊന്നിലേക്ക് ഇലാഫത്തൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ലാക്കിന്ന കസീറൻ. എന്നാൽ അധിക പേരും മിൻഹും അവരിൽപ്പെട്ട ഫാസിഖൂൻ അധർമ്മകാരികളാണ്. എന്തുകൊണ്ട് ഫാസിഖീൻ എന്ന് പറഞ്ഞില്ല? ലാക്കിനെ ഉപയോഗിച്ച് പറഞ്ഞത് കസീറിന്റെ എന്ന് പറഞ്ഞതിന്റെ ഉപസംഹാര ഭാഗമാണ്. കസീറിനെ ലാക്കിനെ ഉപയോഗിച്ച് കസീറിനെ കുറിച്ചാണ് പറഞ്ഞത്. അതുകൊണ്ട് കസീറിന് നെസ്ബ് കൊടുത്തു. കസീറിനെ കുറിച്ച് എന്ത് പറഞ്ഞു? ഫാസിഖാണ് എന്ന് പറഞ്ഞു. അധർമ്മകാരിയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് അതിന് ലമ്മുണ്ടെന്ന് ഉറപ്പുവരുത്തണം, അല്ലെങ്കിൽ അതിന് റഫ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ആ റഫ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഊന കൊണ്ടാണ്. അതുകൊണ്ടാണ് ഫാസിഖൂന എന്ന് പറയുന്നത്. ഇവിടെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ലാക്കിന്റെ കസീറം മിൻഹും, അവരിൽ അധിക പേരും ഫാസിഖൂൻ അധർമ്മകാരികളാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മളെ മാത്രം എന്തിനാണ് ഈ നല്ല പിള്ള ജമഞ്ഞ് ജീവിക്കുന്നൊന്നുമില്ല. ബാക്കി ഒരുപാട് ആൾക്കാർ, ആ ആള്, ഈ ആള്, ആ സംഘടനയുടെ ആൾക്കാർ, ഈ സംഘടനയുടെ ആൾക്കാർ, ആ മുസ്ലിം, ഈ മുസ്ലിം എന്നൊക്കെ പറഞ്ഞാൽ അവരെല്ലാവരും അങ്ങനെ ചെയ്യുന്നു. പിന്നെ ഞാൻ മാത്രം എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അള്ളാഹ് ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഭൂരിപക്ഷം എപ്പോഴും എന്തായിരിക്കും? പലപ്പോഴും ഭൂരിപക്ഷം തിന്മയിലായിരിക്കും. ഭൂരിപക്ഷം തിന്മയിലായിരിക്കും. അക്സറുന്നാസി ലാ യഅഖിലൂൻ എന്നാ പറഞ്ഞു. ഭൂരിപക്ഷം ബോധമില്ലാത്തവരാണ്. ലാ യഅലമൂൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, വിവരമില്ലാത്തവരാണ്. അക്സർ പറഞ്ഞിടത്തൊക്കെ നോക്കിയാൽ മതി. അപ്പൊ എപ്പോഴും ന്യൂനപക്ഷമേ സത്യത്തിലും ന്യായത്തിലും നീതിയിലും ഉറച്ചു നിൽക്കുന്നവരുണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ആ ന്യൂനപക്ഷത്തോടൊപ്പം ആകാനാണ് ആഗ്രഹിക്കേണ്ടത്. ഓക്കെ. അപ്പൊ ഫാസിഖൂൻ എന്തുകൊണ്ടാ ഊന വന്നത്? എന്തുകൊണ്ടാ ഈന പറയാഞ്ഞത്? ലാക്കിനയുടെ സെക്കൻഡ് പാർട്ട് ആയതുകൊണ്ട്. അടുത്തത് ലകിന്ന الظالمين بآيات الله يجحدون. لكن الظالمين بآيات الله يجحدون. അപ്പൊ ലാലിമീനേക്ക് എന്തുകൊണ്ടാ ലാലിമൂന എന്ന് പറയുന്നത്? ലാക്കിന്നയുടെ ഫസ്റ്റ് പാർട്ട് ആയതുകൊണ്ട് ഈനെ കൊണ്ട് നെസ്ബ് ചെയ്തിരിക്കുകയാണ്. ലാകിന്ന الظالمين. പിന്നെ അതിന്റെ സെക്കൻഡ് പാർട്ട് എവിടെ? അപ്പൊ അവിടെ അതിന്റെ ലമ്മുണ്ടോ? ഇവിടെ ഈ നാമമാണോ? നാമത്തിന്റെ കാര്യമാണ്. ഇന്നയുടെയും ഇന്നയും ഇന്നവാന്റെയും സഹോദരിമാരെയൊക്കെ എവിടെ വരുന്നത്? നാമത്തിലാണ് പ്രസക്തമാകുന്നത്, ക്രിയയിലല്ല. ആയാത്തിന് കസറല്ലേ ഉള്ളത്. ഏതെങ്കിലും ഒരു നാമത്തെ കണ്ടുപിടിച്ചാ പോരാ. ഈ ആയാത്തി എന്നത് എന്താണ്? അതൊരു വിശദീകരണം മാത്രമാണ് കേട്ടോ. ഇവിടെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഒരു ജുംലയാണ് കേട്ടോ. എന്താണ് ജുംല? ജുംല എന്ന് പറഞ്ഞാൽ എന്താ? അതെ, ഒരു ഫ്രൈസ് ആണ്. ജുംല എന്ന് പറഞ്ഞാൽ സെന്റൻസ് നോക്കാം. ഇവിടെ ഒരു ഫ്രൈസ് ആണ്, ഒരു പദ സമുച്ചയമാണ്. അപ്പൊ പിന്നെ പദസമുച്ചയമാകുമ്പോൾ നമ്മൾ അവിടെ അടയാളം തിരയേണ്ട കാര്യമില്ല. അത് കൂട്ടത്തിൽ അങ്ങ് പോവും, കൂട്ടത്തിൽ ഏകി ചേർന്ന് പോവും. അതുകൊണ്ട് കൂട്ടത്തിൽ പെട്ടാൽ പിന്നീട് അടയാളം തിരയണ്ട. അങ്ങനെയും വരാം. നമ്മൾ നേരത്തെ പറഞ്ഞതിലൊക്കെ പല ഉദാഹരണങ്ങളിലും അങ്ങനെ വന്നിട്ടുണ്ട്. ഇവിടെ പ്രത്യക്ഷത്തിലുള്ള നാമത്തിലാണ് അടയാളം നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ നാമമില്ല, പ്രത്യക്ഷത്തിൽ നാമമില്ലെങ്കിൽ പലപ്പോഴും ഫ്രൈസ് വരാം. ചിലപ്പോ സെക്കൻഡ് പാർട്ട് ഫ്രൈസ് ആയിട്ട് വരാം. അങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ
കുറിച്ച് എന്താണ് നിഷേധിക്കുന്നവരാണ്. അതേപോലെ വലാകിന്നൽ മുനാഫിഖീന ലാ യഫ്ഖഹൂൻ. അപ്പൊ മുനാഫിഖീനക്ക് എന്തുകൊണ്ട് ഈന വന്നു? എന്തുകൊണ്ട് ഊന പറഞ്ഞില്ല? ലാക്കിന്റെ കാരണമായി നസ്ബ് ചെയ്യപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഈന കൊണ്ടാണ് നസ്ബ് ചെയ്തിരിക്കുന്നത്. ലാ യഫ്ഖഹൂൻ എന്നതാണ് അതിന്റെ സെക്കൻഡ് പാർട്ട്. അവിടെ എന്താണ്? ജുംലയാണ്. അതുകൊണ്ട് അവിടെ അടയാളം തിരയേണ്ട കാര്യമില്ല. ഓക്കെ, പിന്നെ എന്തൊക്കെ പഠിച്ചത്? പിന്നെ എന്തൊക്കെ പഠിച്ചത്? ഞാൻ എന്റെ ഒരു സംശയം ചോദിച്ചോട്ടെ? ഒന്നേ ചോദിക്കാവൂ, സമയം കഴിഞ്ഞു. അത് ഈ അന്നൂറിൽ തന്നെ ഉള്ളൊരു സംശയമാണ്. അന്നൂറില് അൽഹാമിസത്ത് തന്നെ ലഅനത്തുല്ലാഹി, അങ്ങനെ അൽഹാമിസത്തു അന്ന ലഅനത്തുല്ലാഹി അലൈഹി ഇൻ കാന മിനൽ കാദിബീൻ 7ാമത്തെ ആയത്തിലുണ്ട് അൽ ഹാമിസത്തു എന്ന് വരുന്നത്. പിന്നെ 9ാമത്തേതിൽ അൽ ഹാമിസത്ത അന്ന ഗളബല്ലാഹി അലൈഹ ഇൻ കാന മിനസ് സ്വാദിഖീൻ. അത് രണ്ടും എന്താ? ഒന്നിലെ ഹാമിസത്തു എന്നോ? അല്ല, അതിന്റെ ജെമറ്റിക്കൽ പൊസിഷൻ നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. രണ്ടും എപ്പോഴും മാറി പോകുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാണ്. വൽ ഖാമിസത്തു അന്ന ലഅനത്തുല്ലാഹി അലൈഹി ഇൻ കാന മിനൽ കാദിബീൻ. അന്നൂറിലെ 7ാമത്തെ 9ാമത്തെ ആയത്താണ് ഖാമിസത്ത. 7ഉം 9ഉം ആണ്. 7ൽ ഒന്ന് പറയാം ഖാമിസത്തു എന്നും മറ്റേത് ഖാമിസത്ത എന്നും. നോക്കാം എന്താണെന്ന്. അത് പഠിക്കുമ്പോ മാറിപ്പോകുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാണ്. ആദ്യത്തെ ലമ്മാണെന്നും രണ്ടാമത്തെ നസ്ബാണെന്നും മനസ്സിലാക്കണം. അങ്ങനെ കുറെ തന്ത്രങ്ങളുണ്ട്. ഖാമിസത്തു എന്ന് പറയുന്നിടത്ത് അത് ലമ്മാണ് ഒറിജിനൽ, അതാണ് ആദ്യത്തേത്. രണ്ടാമത് പറയുന്നത് അടയാളം മാറി വരുന്നതാണ്, അപ്പൊ അവിടെ നസ്ബാണ്. അന്ന ഗളബല്ലാഹി അലൈഹ എല്ലായിടത്തും അവിടെ എല്ലാം രണ്ടാമത്തേതിൽ അലൈഹ അലൈഹി അലേഹായും അലേഹീമോ? അതെന്താണ്? അലേഹ എന്ന് പറഞ്ഞാൽ അവളുടെ മേൽ, അലേഹി എന്ന് പറഞ്ഞാൽ അവന്റെ മേൽ. ശരി. അതെന്താ വിട്ട് അർത്ഥം നോക്കാത്തത്? അത് കിട്ടിയിട്ടില്ല. അർത്ഥം നോക്കണ്ടേ? ഹാമിസത്തോന്നും ഹാമിസത്താന്നുള്ളത് ഇവിടെ രണ്ടുപേരും ഉണ്ട്. ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്, അവന്റെ മേൽ അള്ളാഹിന്റെ ശാപം ഉണ്ടാവട്ടെ എന്ന്. സ്ത്രീ ആയതുകൊണ്ട് ഹാമിസത്തോന്നും ഹാമിസത്താന്നുള്ളത് അതിൽ ആ ഹുക്കുമും കൂടെ ചേർത്ത് മനസ്സിലാക്കേണ്ട സംഗതിയാണ്. അത് തെളിവില്ലാതെ വരുമ്പോൾ പരസ്പരം എന്ത് ചെയ്യാണ്? ശപിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആയിപ്പോട്ടെ എന്ന് പറയല്ല. അതാണ്, ബാക്കി തെളിവൊന്നുമില്ല. വ്യഭിചാരവുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. അതിനുശേഷം നമുക്ക് വേറെ നോക്കാം. അപ്പോ ഇന്ന് നമ്മള് അഫ്ആൽ ഹംസയെ റിവൈസ് ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് അസ്മാ ഉൽ ഹംസ, അസ്മാ ഉൽ ഹംസ വാവ് കൊണ്ട് റഫ് ചെയ്യണം. എപ്പോഴാണ് വേറെ ഒന്നിനോട് ഇളാഫത്ത് ചെയ്ത് വരുമ്പോൾ വാവ് കൊണ്ടാണ് റഫ് ചെയ്യേണ്ടത്, അലിഫ് കൊണ്ടാണ് നസ്ബ് ചെയ്യേണ്ടത്, യാ കൊണ്ടാണ് ജർറ് ചെയ്യേണ്ടത്. അഹ്, അബ്, അഹ്, ഹമ്, ഫു, ദു, ഇതാണ് 5 നാമങ്ങൾ, പഞ്ചനാമങ്ങൾ. ഇതിനോടൊപ്പം വേറൊരെണ്ണം കൂടെ ഉണ്ടായിരുന്നു, അത് അസഭ്യമായതുകൊണ്ടാണ് ഇവർ ഒഴിവാക്കിയിരിക്കുന്നത്. ഞങ്ങളൊക്കെ പഠിക്കുമ്പോ അസ്മാഉൽ സിത്തയാണ് പഠിച്ചിരിക്കുന്നത്. പള്ളിദർസിലെ കിതാബിൽ അതിനൊന്നും ഇതൊന്നുമില്ല, കാരണം ആണുങ്ങളെ മാത്രം പഠിക്കുന്നുണ്ട്, ആ പ്രശ്നം വരുന്നത്. പള്ളിദർസിലെ കിതാബിലൊക്കെ അത് വന്നിട്ടുണ്ട്. 6 എണ്ണമാണ്. ഒന്ന് അസഭ്യമായതുകൊണ്ട് പിന്നെ അത് പഠിക്കേണ്ട കാര്യമില്ല, ആ വാക്ക് അവിടെ ഒഴിവാക്കി. പിന്നീട് ഇവിടെ കണ്ടേ അസ്മാ ഉൽ ഹംസ, ഇത് മനപ്പുറം എടുത്ത് കൊടുത്താണ് ഏറ്റവും തന്നെ.
അപ്പൊ അത് പറയുന്നത് അസ്മാൽ ഹംസ എന്ന് ഇപ്പൊ പറയും. 5 നാമങ്ങൾ അതേപോലെ സഭ്യമായ നാമങ്ങളായിട്ട്. അതിൽ ഹമ ഫു ഒക്കെ റെയറായിട്ട് ഉപയോഗിക്കുന്നതാണ്. ബാക്കി അബ്, പാപ്പ, അഹ് സഹോദരൻ, ദു ഹാവിങ് ഉള്ള. ഹമ ഭർത്താവിന്റെ ബന്ധു, ഫു വായ. പിന്നെ ഇന്നയുടെ മറ്റ് സഹോദരിമാർ. ലാക്കിനെ ലേത്ത് പറഞ്ഞില്ലല്ലേ നമ്മള്. കാനയും ലാക്കിനെയും ലാക്കിനെയും മാത്രമേ പറഞ്ഞുള്ളൂ. കാനയും ലാക്കിനെയാണ് പറഞ്ഞത്. പിന്നീട് അവയ്ക്ക് പ്രത്യക്ഷമായി നസ്ബ് വരുന്നതും അതേപോലെ ഈന കൊണ്ട് നസ്ബ് വരുന്നതും പറഞ്ഞു. രണ്ടാം ഭാഗം ജുംല വരുന്നതും പറഞ്ഞു. അപ്പോ ഒരു പദസമുച്ചയമാണെങ്കിൽ, ഒരു കൂട്ടം പദങ്ങളാണ് രണ്ടാം ഭാഗമെങ്കിൽ അവിടെ അടയാളം നോക്കേണ്ടതില്ല, കാരണം കൂട്ടത്തിൽ ലയിച്ചു പോയി. പറഞ്ഞല്ലോ നമ്മള്. പിന്നെ ഗ്രാമർ പറഞ്ഞ വേറെ ചില കാര്യങ്ങളൊക്കെ കയറി വന്നപ്പോഴേ സമയം പോയെന്നേ ഉള്ളൂ. ഇൻഷാല്ലാ ബാക്കി നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം. അടുത്ത പ്രാവശ്യം നമുക്ക് ക്രിയകളുടെ കൂടെ നോക്കേണ്ടതുണ്ട്. ഇപ്പൊ ഞാനത് ഗ്രൂപ്പിൽ ഇട്ട് തരാത്തതുകൊണ്ടാണ് ക്രിയയിലേക്ക് ചർച്ച പോകാഞ്ഞത്. ഇൻഷാല്ലാ ഖുർആൻ യഥാവധി വായിക്കാനും പഠിക്കാനും ചിന്തിക്കാനും അതിന്റെ ഓരോ പ്രാവശ്യം നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അതനുസരിച്ച് നമ്മൾ ഗ്രാഹ്യശക്തി വർദ്ധിക്കണം. അതേപോലെ ഖുർആൻ ഉദ്ദേശിക്കുന്ന ഉദാഹരണങ്ങൾ, ഉപമകൾ, ഇതൊക്കെ ഇവിടെ രാജ്യത്ത് കൗക്കബിൽ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അതിന്റെ ആ ഉദാഹരണത്തിന്റെ വർണ്ണനയുടെ ഇതിലേക്ക് നമ്മൾ പോകണം. ജാനൻ. അപ്പൊ ഈ കാനന ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രത്യേകത, അതിന്റെ സവിശേഷത, അതിന്റെ തീവ്രത, പ്രത്യേകത, ആ രീതിയിൽ ഓരോന്നും നമ്മൾ ഓരോ പടി നമ്മൾ ഖുർആന്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ആദ്യം നമ്മൾ വായിച്ചപ്പോ ഓരോരോ വാക്കിന്റെ അർത്ഥം അറിയാവുന്ന നോക്കാൻ പറഞ്ഞു. പിന്നീട് അടുത്തടുത്തുള്ള വാക്കിന്റെ 1-2 വാക്കിന്റെ അർത്ഥം ചേർത്ത് വായിക്കാൻ പഠിച്ചു, മനസ്സിലാക്കാൻ പഠിച്ചു. പിന്നീട് വാക്യത്തിന്റെ പദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാൻ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് ആഴമുണ്ട്. നമ്മൾ കരയിൽ നിന്നും കടലിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. കടലില് കിലോമീറ്ററുകളോളം കടലിന് ആഴം ഉണ്ടാവും. അതേപോലെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിന്റെ ആഴത്തിൽ മനസ്സിലാക്കാൻ അല്ലാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى آله وصحبه أجمعين. إلى اللقاء بإذن الله، والسلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. جزاك الله خيرا.